ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വിഷു ആണ് വരുന്നത്. ഇങ്ങെത്തി വിഷു. ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വന്നത്. നമ്മളെല്ലാവരും തന്നെ, മലയാളികളെല്ലാവരും തന്നെ വിഷുവിന് വിഷുക്കണി വെക്കാറുണ്ട് അല്ലേ? വിഷുക്കണി വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, വിഷു എന്ന് പറയുന്നത് കേരളീയരുടെ മാത്രം ഒരു ഉത്സവമാണ്. നമ്മളാണ് കണി വെച്ച് ഗുരുവായൂരപ്പനെയൊക്കെ വെച്ച് ആ രീതിയിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കേരളത്തിൻ്റെ തനതായ ഒരാഘോഷമാണ്. അപ്പോൾ നമ്മൾ വിഷുക്കണി ഒരുക്കേണ്ടത് തനി കേരളീയ തനിമയിലാണ് എന്ന് ഓർക്കുക. നമ്മൾ കൊന്നപ്പൂവൊക്കെ വെക്കും ഭഗവാനെ നന്നായിട്ട്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളൊരു ഭഗവാന്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഒരു വിഗ്രഹമാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭഗവാന് ഒരു മഞ്ഞപ്പട്ടോ ഒരു മഞ്ഞ മുണ്ട് നമുക്ക് കടയിൽ കിട്ടും മേടിക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരു ചെറിയ കസവിൻ്റെ ഒരു മുണ്ട്, കൊച്ചുമുണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഒരു മഞ്ഞ മുണ്ട് അല്ലെങ്കിൽ ഒരു മുണ്ട് മേടിച്ച് ആ ഭഗവാനൊരു കോടി ഉടുപ്പിക്കണം. എന്നിട്ട് വേണം ഞങ്ങൾ കണി വെക്കാനായിട്ട്. അത് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വീട്ടിൽ നമ്മളൊരു പ്രതിമ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു വിഗ്രഹം വെച്ചിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ ഓണത്തിനും വിഷുവിനും ഒക്കെ ഭഗവാനൊരു കോടി മേടിച്ച് കൊടുക്കുക എന്നൊരു ചടങ്ങ് നമ്മളെല്ലാവരും എടുക്കുമല്ലോ. അപ്പോൾ ഭഗവാനും ഒരു മുണ്ട് മതിയല്ലോ, ഒരുപാട് പൈസയൊന്നും മുടക്കണ്ടല്ലോ. അത് നിങ്ങളെല്ലാവരും മേടിച്ചു കൊടുക്കണം. ഒരു പുതിയ മുണ്ട് ഭഗവാനെ ഉടുപ്പിക്കണം. എന്നിട്ട് നമ്മൾ കൊന്നപ്പൂവൊക്കെ വെക്കുക. തീർച്ചയായിട്ടും എല്ലാവരും വെക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കണി വെള്ളരി വെക്കുക. ഞാനിപ്പോൾ പറയുന്ന കാര്യം നിർബന്ധമായും വെക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ദേശാന്തരങ്ങൾ അനുസരിച്ചിട്ട് വെക്കുന്നതിൻ്റെ എണ്ണത്തിന് അളവും കൂടുതലും ഒക്കെ വരും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ വെച്ചിരിക്കണം. അതാണ് പറയുന്നത്. കണി വെള്ളരി നമ്മളെല്ലാവരും വെക്കണം. ഭഗവാൻ ഒരു കോടി ഉടുപ്പിക്കണം. അത് ചെയ്യണം. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കും, അത് ചെയ്യണം. കൊന്നപ്പൂവ്, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നു. പിന്നെ നമ്മൾ വെക്കുന്ന പച്ചക്കറികൾ നമ്മൾ വെക്കും. അത് നമ്മുടെ കേരളീയ പച്ചക്കറികൾ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചക്ക, മാങ്ങ, ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പച്ചക്കറികൾ. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ വാഴപ്പഴം, ഇങ്ങനെയുള്ള പഴങ്ങൾ വെക്കുന്നതായിരിക്കും, മാമ്പഴം ഒക്കെ നല്ലത്. ഇപ്പോൾ പലരും ഓറഞ്ച്, മുന്തിരി, അങ്ങനെയൊക്കെയുള്ള ആപ്പിളൊക്കെ വെക്കാറുണ്ട്, നല്ലത് തന്നെ. പക്ഷേ തനതായ രീതി എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ കേരളത്തിൽ വിളയുന്ന സാധനങ്ങളല്ലല്ലോ. ഒരു കാർഷിക ഉത്സവമാണ് വിഷു എന്നൊക്കെ പറയുന്നത്. ഭഗവാന് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ കാലത്ത് ആളുകൾ ചെയ്യുന്നത്. ഇതൊക്കെ വെക്കണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിലെ തനതായി നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെയുള്ള പഴങ്ങളും പച്ചക്കറികളുമൊക്കെ നിർബന്ധമായും നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ നമ്മൾ അഷ്ടമംഗല്യം, അതാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനായിട്ട് വന്നത്. അഷ്ടമംഗല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പദാർത്ഥങ്ങൾ, 8 സാധനങ്ങൾ നിർബന്ധമായും നമ്മൾ വെക്കണം. കാരണം അത് വളരെ ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യും. 1, നെല്ല്. നമ്മൾ പഴയ വീടുകളിലൊക്കെ ആയാൽ ചങ്ങഴിയും നാഴിയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചങ്ങഴിക്കകത്ത് നെല്ല് വെക്കും. ഇപ്പം ചങ്ങഴിയൊന്നും ഇല്ലാത്തവർ നല്ല ഒരു പാത്രത്തിലോ എവിടെയെങ്കിലും നെല്ല് വെക്കണം. അതല്ലെങ്കിൽ ഒരു തട്ടത്തിൽ ഇട്ടാലും മതി. നെല്ല് ഉൾപ്പെടുത്തണം. പിന്നെ ഉണക്കലരി ഉൾപ്പെടുത്തണം. പൊട്ടിയ ഉണക്കലരി ഒന്നും ആകരുത്, ക്ഷതമില്ലാത്തതാവണം, അക്ഷതമായിരിക്കണം ഉണക്കലരി. അപ്പം നെല്ല്, അരി അഷ്ടമംഗല്യത്തിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. പിന്നെ ഒരു അലക്ക് വസ്ത്രം, മൂന്നാമത്തെ സാധനം അലക്ക് വസ്ത്രം. പഴയ കാലത്ത് അലക്ക് വസ്ത്രം ഉപയോഗിക്കും. അതല്ലെങ്കിൽ കോടി വസ്ത്രം, അതായത് ഒരു മുണ്ട്, നന്നായി അലക്കിയ മുണ്ട്, അതല്ലെങ്കിൽ പുതിയ ഒരു കൊച്ചുമുണ്ടോ അല്ലെങ്കിൽ ഒരു മുണ്ടോ എന്തെങ്കിലുമായിട്ട് ഒരു മുണ്ട്, അലക്ക് വസ്ത്രം. പിന്നെ ഗ്രന്ഥം, നാലാമത്തത്. അത് നമുക്ക് ദേവി മഹാത്മ്യം വെക്കാം, ഭാഗവതം വെക്കാം,
എങ്ങനെയാണോ നമുക്കുള്ള ഗ്രന്ഥങ്ങൾ, ഇതൊന്നുമില്ലെങ്കിൽ ഒരു ദേവി സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ ഒരു വിഷ്ണു സഹസ്രനാമമോ എന്തെങ്കിലും ഒരു ഗ്രന്ഥം അവിടെ വെക്കുക. അതാണ് ചെയ്യേണ്ടത്. എല്ലാവരുടെയും വീട്ടിൽ കാണും, ഭാഗവതവും രാമായണവും ഒക്കെ കാണും, ഏതെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഒരു ഭാഗവതമൊക്കെ എടുത്ത് വെക്കാം. അതാണ് ഗ്രന്ഥം. 4-മത്തത്. 5-മത്തത് പുഷ്പം, അത് വെക്കുക. 6-മത്തത് വാൽക്കണ്ണാടി. ഇനി വാൽക്കണ്ണാടി ഇല്ലാത്തവർ ഒരു കണ്ണാടി വെക്കുക. പിന്നെ കുങ്കുമം, പിന്നെ കൺമഷി. കുങ്കുമമൊക്കെ ഒരു ചെപ്പൊക്കെ മേടിച്ച് വെക്കണം, ആ ചെപ്പിൽ കുങ്കുമം ഇട്ട് വെക്കണം. പിന്നെ കൺമഷി വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിർബന്ധമായും വെക്കുക. ഇതിനകത്ത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നെല്ലാണ്. അത് പലപ്പോഴും കിട്ടാൻ നഗരപ്രദേശങ്ങളൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരി വെക്കുക, അതേ നിവൃത്തിയുള്ളൂ. കിട്ടുന്നെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കെങ്കിലും നമ്മൾ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അത് മേടിച്ച് കണി വെക്കാൻ വേണ്ടി ഒന്ന് സൂക്ഷിച്ച് വെക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. അഷ്ടമംഗല്യം നമ്മൾ വെക്കുക, വിളക്ക് കത്തിക്കുക. ഭഗവാനെയാണ് ആദ്യം നമ്മൾ കണി കാണിക്കേണ്ടത്. അതുപോലെ നമ്മൾ സ്വർണം വെക്കും, നാണയങ്ങൾ വെക്കും, പൈസ, ഇതൊക്കെ നമുക്കൊരു നിറവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ അഷ്ടമംഗല്യം വളരെ വിശേഷമാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. വിളക്ക് കത്തിക്കുമ്പോൾ 5 തിരിയിട്ട് തന്നെ കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കണിയെല്ലാം തലേദിവസം നമ്മളെല്ലാം ഒരുക്കി മാറ്റി വെച്ചിട്ട് രാവിലെ അത് നമ്മൾ ഭഗവാന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച്, അതല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ തന്നെ വെക്കുന്നതെങ്കിൽ നമ്മളൊരു തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ തുണിയിട്ട് മൂടി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കണി എടുത്തു മാറ്റേണ്ടത്. അപ്പോഴാണ് ആ വിളക്കിൻ്റെ ദീപത്തിൽ ഭഗവാൻ ഈ കണി കാണുന്നത്. ഭഗവാനെ നമ്മൾ ആദ്യം കണി കാണിക്കണം, അതിനു ശേഷമായിരിക്കണം നമ്മൾ ഓരോരുത്തരും കണി കണ്ട് തൊഴേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ കണി വെക്കേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല. ചിലർ നവധാന്യങ്ങൾ വെക്കും, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. ഇത് പൊതുവേ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ വെക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ഈ അഷ്ടമംഗല്യം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായി നമ്മൾ ഒരു തളികയിലാണ് നമ്മൾ ഈ സാധനങ്ങൾ, ഈ 8 സാധനങ്ങൾ വെക്കേണ്ടത്. ഇപ്പം നെല്ലും അരിയുമൊക്കെ നമ്മൾ ചങ്ങഴിയിലും നാഴിയിലുമൊക്കെ വെക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ തളികയിൽ വെച്ചിട്ട്, നമ്മൾ കല്യാണത്തിനൊക്കെ സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ അഷ്ടമംഗല്യം കൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ ഭഗവാന്റെ മുമ്പിൽ ഇത് വെക്കുക. കാരണം അത് ദേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഷ്ടമംഗല്യം വെക്കുന്നത്. അത് വളരെ വിശേഷമാണ്, അത് ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളുമൊക്കെ നമ്മുടെ കണിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കിണ്ടിയിൽ വെള്ളം വെക്കുക. സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മഹാലക്ഷ്മിയാണ്, അത് വെക്കുക. നാണയങ്ങൾ വെക്കുക. അതൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കണി വെക്കാനായിട്ട്, ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ അഷ്ടമംഗലത്തിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആദ്യം ഭഗവാനെ കണി കാണിക്കണമെന്നുള്ള കാര്യവും കൂടി ശ്രദ്ധിക്കണം. വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ തുറന്ന് ഭഗവാനെ കാണിക്കുമ്പോൾ ഭഗവാനെ കണി കാണൂ എന്ന് നമ്മളൊന്ന് ഭഗവാനോട് പറയണം. അപ്പോൾ ഭഗവാൻ ആദ്യം അത് കൺനിറയെ നമ്മുടെ ആ കണി കാണട്ടെ, ഭഗവാന് സന്തോഷം വരട്ടെ. അതിനുശേഷം നമുക്കെല്ലാവർക്കും കണി കാണാം. എല്ലാവർക്കും വിഷു ആശംസകൾ. കണി വെക്കുന്നതിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, നിങ്ങൾ വെക്കുന്നത് പോലെ തന്നെ വെച്ചോളൂ. ഈ അഷ്ടമംഗലത്തിൻ്റെ കാര്യവും ഭഗവാനെ ആദ്യം കണി കാണിക്കുന്ന കാര്യവും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭഗവാന് ഒരു പുതുവസ്ത്രം മേടിച്ചു കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമല്ലോ. തീർച്ചയായിട്ടും അതിനൊന്നും വലിയ വിലയില്ല, 100 രൂപ താഴെ ഉള്ളൂ. ഒരു കുഞ്ഞു മുണ്ട് മേടിച്ച് ഭഗവാനെ ഒന്ന് ഉടുപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ പോലും ഭഗവാന് വേണ്ടി ഒരു കൊച്ചുമുണ്ട് മേടിച്ച് ഭഗവാന്റെ ആ ഫോട്ടോയുടെ മുമ്പിൽ ഒന്ന് വെച്ചിട്ട് ഭഗവാനുള്ള
കോടിയാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ അത് വലിയ സന്തോഷമാകും, നമുക്കും അത് വലിയ സന്തോഷമാകും. ഓണത്തിനും വിഷുവിനുമൊക്കെ അത് ചെയ്യണം. കാരണം നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ എത്ര രൂപയാണ് ചിലവാക്കുന്നത്. അപ്പോൾ ഭഗവാനും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് ഭഗവാനെയും നമ്മുടെ കൂടെ, നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനൊക്കെ ഒരു പങ്ക് ഭഗവാനും കൊടുത്ത് നമ്മൾ ശീലിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റായ ചിന്തകളൊന്നും വരില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഭഗവാൻ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. നമുക്ക് നല്ല ബലം കിട്ടും. മനസ്സിന് എന്തിനും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബലം നമുക്ക് കിട്ടും. ആ ബലമുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും നമുക്കതിനെ അതിജീവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഭഗവാനെ ഒരിക്കലും മാറ്റി നിർത്തരുത്. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തുക. ഹരേ കൃഷ്ണ.